ഞാൻ KSRTC സർക്കാർ സ്ഥാപനത്തിലേക്കാണ് ഞാൻ വിളിച്ചേക്കണത്. ഞാൻ പറയാനുള്ളത് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല അവിടെ? സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഇത്. സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. സാറിന് നന്നായിട്ട് അറിയാലോ നിയമം. വേറെ ആർക്കറിഞ്ഞില്ലെങ്കിലും സാറിന് നന്നായിട്ട് നിയമം അറിയാം. ഇപ്പൊ ഈ പോയ വണ്ടി ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്തോട്ടോ അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ നെഞ്ചത്തോട്ട് ഇടിച്ച് കയറ്റിന്ന് വിചാരിക്കും, ആര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും? ശരിയാണ്, ശരിയാണ്. അപ്പൊ ആളെ കൊല്ലം ഇറക്കിയേക്കണ വണ്ടിയത്. ഈ വണ്ടിയിൽ ആള് കുത്തി കയറി നടന്നു പോകുന്ന ഈ വണ്ടി കണ്ടോ നിങ്ങള്? എന്റെ മുന്നിൽ പോകുന്ന ഈ KSRTC ബസ് 15 KL 15 72 90 എന്ന് പറയുന്ന എന്റെ മുന്നിൽ പോകുന്ന ഈ KSRTC ബസിന്റെ RC ബുക്ക് ക്യാൻസൽഡ് ആണ്. RC ബുക്ക് ക്യാൻസൽഡ് എന്ന് മാത്രമല്ല 2018 അവിടെ ഒരു AI ക്യാമറ ഇരിപ്പുണ്ടായല്ലോ. എവിടെയാ AI ക്യാമറ? ആളെ കുത്തി കയറ്റിയിരുത്ത നോക്ക്. പിന്നെ എങ്ങനെ ഇതിന് ഇൻഷുറൻസ് കിട്ടും? ഡ്രൈവർ വീട്ടിൽ നിന്ന് എടുത്തോണ്ടെന്ന് കൊടുക്കേണ്ടി വരും വണ്ടി ഇടിച്ചു കഴിഞ്ഞാ. ഡ്രൈവറുടെ കുടുംബം കുട്ടിച്ചോറാവുന്ന ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട അതിനകത്ത്. MVD മാമ എവിടെ? ഇതിനകത്ത് ഡീസല് 16 വർഷവും 3 മാസമായി. ഹൈപ്പോത്തിക്കേഷൻ നോ. വെഹിക്കിൾ സ്റ്റാറ്റസ് RC ക്യാൻസൽ ചെയ്തേക്കണ വണ്ടിയാണ്. ഫിറ്റ്നസ് വാലിഡ് അപ് ടു 2024 ഫിറ്റ്നസ് തീർന്നു. ഇൻഷുറൻസ് വാലിഡ് 2020 തീർന്നു. പൊല്യൂഷൻ 5 ജൂലൈ 2025 വരെ ഉണ്ട്. പെർമിറ്റും ഇല്ല. 17 ജനുവരി 2019 പെർമിറ്റും തീർന്നു. പിന്നെ എങ്ങനെയാണ് ഈ പാട്ട വണ്ടി ഓടിച്ചോണ്ട് നടക്കണ റോഡില്? ഇന്ന് ഈ വണ്ടി ഓടിക്കാൻ അനുമതി കൊടുത്ത എല്ലാവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്റെ ആളെ കയറ്റണം. നോക്കിക്കോ. RAC 140 വൈക്കം ഡിപ്പോയിൽ നിന്നും വൈറ്റിലേക്ക് പോകുന്ന വണ്ടി. ആളെ കയറണോ? കണ്ടോ ആളെ കയറ്റണ കണ്ടോ? ആളെ ഇറങ്ങി വരുന്ന കണ്ടോ? വണ്ടിയുടെ ബാക്കിൽ നോക്കിയേ നിങ്ങള്. ആളുകൾ ഇരിക്കണ നോക്കിയേ. എന്താ സെറ്റപ്പ്! കണ്ടോ? നോക്കിക്കോ. നോക്ക്. ഇന്ന് ഈ വണ്ടി റോഡിൽ ഇറക്കി ഓടിച്ച ആളുടെ പേരിൽ, വണ്ടി ഓടാൻ അനുവദിച്ച ആളുടെ പേരിൽ ഞാൻ ഇന്ന് കൊണ്ടുപോയി പരാതി കൊടുക്കും. നിങ്ങൾ കേസെടുക്കുന്നേ. ജനങ്ങൾക്കെതിരെ മാത്രം കേസെടുത്താൽ പോരല്ലോ. അനാസ്ഥ കാണിക്കുന്ന സർക്കാർ ജീവനക്കാരന്റെ പേരിലും കേസെടുക്കണ്ടേ? അതോ പോലീസ് സ്റ്റേഷനും കോടതികളൊക്കെ ജനങ്ങൾക്കെതിരെ മാത്രം കേസെടുക്കാനുള്ളതാണോ? സർക്കാർ ജീവനക്കാരന് എന്ത് പോക്കൃത്തരവും കാണിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നീ ജനങ്ങൾക്കെതിരെ കേസെടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിയമത്തില്? നോക്ക്. ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ RC ബുക്ക്, ലൈസൻസ് ഇതെല്ലാം കയ്യിൽ വേണം. ഇൻഷുറൻസ് എല്ലാം വാലിഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമല്ല വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നല്ലേ ചട്ടം. നമസ്കാരം. എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണേ. സാറിന്റെ ഡിപ്പോയിലുള്ള ഒരു മിനിറ്റ് KL 15 ഒരു മിനിറ്റ്. 1572 വണ്ടി. ആ വണ്ടിയുടെ RC ബുക്ക് ക്യാൻസൽ അല്ലേ? ആണ്. ഓഫീസ് ടൈമിൽ വിളിച്ചാൽ ആ വണ്ടി ആ ഡിപ്പോയിൽ നിന്ന് വൈറ്റില ഡിപ്പോയിലേക്ക് പോയാൽ ഞാനിന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെയും ബാക്കിയുള്ളവരുടെയും പേരിൽ ഞാൻ കേസ് കൊടുക്കും. ഹലോ. ഞാൻ ഇന്ന് ആ വണ്ടി പോണത് ഞാൻ കണ്ടു. റോട്ടിൽ കൂടെ എന്റെ മുന്നിൽ കൂടെ വണ്ടി പോയത്. ആ വണ്ടി വൈക്കം ഡിപ്പോയിൽ നിന്ന് വൈറ്റില ഡിപ്പോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ. 2019 പെർമിറ്റ് പോലും ഇല്ലാത്ത വണ്ടിയാ. ആ വണ്ടി ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കണ്ടേ? ഇൻഷുറൻസ് പോലും ഇല്ലല്ലോ വണ്ടിക്ക്.
ഹലോ കറക്റ്റ് അറിയത്തില്ല, അത് ഓഫീസായിട്ട് സാറേ, നമുക്ക് ഞാൻ KSRTC സർക്കാർ സ്ഥാപനത്തിലേക്കാണ് ഞാൻ വിളിച്ചേക്കണത്. ഞാൻ പറയാനുള്ളത് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. വണ്ടി ഇവിടുന്ന് ഫിറ്റ്നസ് ഇല്ലാണ്ടാണ് വണ്ടി പോണത്. ഔദ്യോഗികം സാറിന്റെ ജോലി ചെയ്യേണ്ട ബാധ്യത സാറിനുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല അവിടെ? സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഇത്. സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. സാറിന് നന്നായിട്ട് അറിയാലോ നിയമം. വേറെ ആർക്കറിഞ്ഞില്ലെങ്കിലും സാറിന് നന്നായിട്ട് നിയമം അറിയാം, ഇല്ലേ? ഇപ്പൊ വന്ന ബസ്സാണ്. ഇപ്പൊ വന്നത് നമ്മള് ഇപ്പൊ വണ്ടി ഇവിടെയുണ്ട്. തലയോലപ്പറമ്പിൽ നിന്നും വൈക്കത്തേക്ക് വരുന്നു. വൈക്കത്തു നിന്നും വൈറ്റിലേക്ക് പോകുന്ന വണ്ടി. വൈറ്റിലേക്ക് വന്നാൽ ഞാൻ വൈറ്റിലേക്ക് പോയി കിടക്കും. വണ്ടി അവിടെ വന്നാൽ ഞാനിന്ന് സാറിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. സാറിന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടാണ് ആ വണ്ടി റോഡിൽ ഇറങ്ങിയെന്നും പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു തന്നെ ഞാൻ പരാതി കൊടുക്കും. ഹലോ ഹലോ. ആ വണ്ടിയിൽ യാത്ര പറ്റത്തില്ല, അത് നിയമവിരുദ്ധമാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സാറിനാണല്ലോ. സാറിന്റെ അല്ലേ ബാധ്യത? വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഫിറ്റ്നസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചല്ലേ വണ്ടി വിടാൻ പാടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ ചട്ടം? അത് AD ആണ് അത് അതിന്റെ ആള്, നമ്മുടെ ഡിപ്പോ എഞ്ചിനീയറെ. അദ്ദേഹമാണ് അത് കൈകാര്യം. ആ വണ്ടി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു കഴിയുമ്പോ ഈ വണ്ടി പരിശോധിച്ച് പറഞ്ഞു വിടേണ്ടത് സാറിന്റെ ബാധ്യതയല്ലേ? നമുക്ക് ഇതിന്റെ ഫിറ്റ്നസ് ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടത്തില്ല, സ്റ്റേഷൻ മാസ്റ്ററിലോട്ട് കിട്ടത്തില്ല അത്. അപ്പൊ വാഹനാപകടം ഉണ്ടായ എന്ത് ചെയ്യും? ബ്രേക്ക് പോയി. ഇപ്പൊ ആ വണ്ടിയുടെ ബ്രേക്ക് പോയി ഒരു കടയിലോട്ട് ഇടിച്ചു കയറി ആരും ഉത്തരവാദിത്വം വെക്കും? ഡ്രൈവറേക്കോ? സാറേക്കോ? ആരേക്കോന്ന് എനിക്കൊന്ന് പറഞ്ഞതായോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അല്ല, നമ്മുടെ ഡിപ്പോ എഞ്ചിനീയറും ചാർജ്മാനോടാണ് അത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോ ഈ പോയ വണ്ടി ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്തോട്ടോ അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ നെഞ്ചത്തോട്ട് ഇടിച്ച് കയറ്റിന്ന് വിചാരിക്കും, ആര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും? ശരിയാണ്, സംഗതി ശരിയാണ്. അപ്പൊ ആളെ കൊല്ലം ഇറക്കിയേക്കണ വണ്ടിയത് സാറേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വണ്ടി പുറത്തോട്ട് വൈറ്റിലേക്ക് പോയി ഞാൻ കിടക്കും. വണ്ടി അങ്ങോട്ട് വന്നാൽ ഞാൻ പരാതിയും കൊടുക്കും. RC ക്യാൻസൽ ചെയ്ത വണ്ടി ഓടാൻ ഏത് ചട്ടത്തിലാണ് പറയണത്? പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഓടണ എങ്ങനെ? പാസഞ്ചർ വെഹിക്കിള് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ? കാര്യം ശരിയാണ്. പിന്നെന്താ കുഴപ്പം? പരിശോധിക്കാൻ വേണ്ടിട്ടല്ലേ സാറിന് അവിടെ ഇരുത്തേക്കണ? നമുക്ക് ഇതിന്റെ RC ബുക്ക് അതൊന്നും നമ്മളെ കിട്ടത്തില്ല. സാറേ, ഞാൻ ചോദിച്ചത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കയറി വണ്ടി ഇറങ്ങി ഓടുന്നുണ്ട്. ആലോ ഫോർട്ട് കൊച്ചിയും വൈക്കം മറ്റേ എറണാകുളം ഇവിടേക്കൊക്കെ. ഈ സ്റ്റാൻഡുകളിലൊന്നും മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ ആരെയും പിടിച്ചിരുത്തിയിട്ടില്ലല്ലോ. സാറിനായി ചുമതല ഏൽപ്പിച്ചേക്കണത് ഇതൊക്കെ പരിശോധിക്കാനും ഇതെല്ലാം ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സാറിന്റെ ജോലി തന്നെയാണത്. ഈ വണ്ടി റോട്ടിൽ കൂടെ ഓടാൻ പറ്റുന്നതല്ല. അതെനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തുമില്ല. ഹലോ. ഇനി സാറ് അതിന്റെ തലപ്പത്തിരിക്കുന്ന KSRTCയുടെ MD-നെ വിളിച്ചു നോക്കി, ഞാൻ പറഞ്ഞതിൽ അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കി. ഈ നിയമത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കി. അല്ലെ അങ്ങനെ ഒരു ഉത്തരവ് ജിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ. ഹലോ സാറേ, പെൻഷൻ പോലും മേടിക്കാൻ പറ്റത്തില്ല സാറിന്. ഇപ്പുറത്ത് നിന്ന് എന്നെ പോലെയുള്ള ഒരാള് ഞാൻ തന്നെ കൊടുക്കണമെന്നില്ല. നിയമം അറിയാവുന്ന ഏതൊരാള് പരാതി കൊടുത്താലും സാറിന് പെൻഷൻ മേടിക്കാൻ പറ്റൂല. അങ്ങനെ തന്നെയല്ലേ? അറിഞ്ഞുകൊണ്ട് തല വെക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനത് VS-നോട് സംസാരിക്കട്ടെ. VS-നോട് ആരോട് വേണമെങ്കിലും സംസാരിച്ചോ. വണ്ടി ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റില്ല. ഞാൻ MVD-നെ ബാക്കി എല്ലാവരെയും ഞാൻ വിളിച്ചു പറയും. ശരി. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ബോസ്കോ കളമശ്ശേരി. ശരി, താങ്ക് യു.